ഹലോ എവരിവൺ. എല്ലാവരും റിട്ടയർമെന്റിനെ പറ്റി ചിന്തിക്കുന്ന തന്റെ 65-ാം വയസ്സിലും അദ്ദേഹം ചിന്തിച്ചത് തന്റെ റെസിപ്പി എങ്ങനെ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു. അത് ലോകത്തെ കീഴടക്കും, അല്ലെങ്കിൽ ലോകം അത് ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. പക്ഷെ കയ്യിൽ കാര്യമായ ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെപ്പാടെ കയ്യിലുള്ളത് തന്റെ സ്വന്തമായിട്ടുള്ള ഈ ചിക്കൻ റെസിപ്പി മാത്രമായിരുന്നു. ആ റെസിപ്പിയുമായിട്ട് അദ്ദേഹം നിരവധി ഹോട്ടലുകൾ കയറി ഇറങ്ങി, എല്ലാ വാതിലുകളിലും മുട്ടി. പക്ഷെ എല്ലായിടത്തും പ്രൊജക്ഷൻസ് ആയിരുന്നു അദ്ദേഹത്തിന് ഫലം. എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു, ചിരിച്ചു, ചിലർ കളിയാക്കി, ചിലർ ഇറക്കി വിട്ടു. എങ്കിലും അദ്ദേഹം തളരാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേരാണ് കേണൽ സാൻഡേഴ്സ്. ഇത് നമ്മൾ പലരും എന്നല്ല, എല്ലാവരും തന്നെ ആസ്വദിച്ച് കഴിക്കുന്ന KFC ഇല്ലേ, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള കേണൽ സാൻഡേഴ്സിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. 10ഓ 20ഓ അല്ല, 1009 റിജക്ഷൻസ് ആണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 10 റിജക്ഷൻ ഒക്കെ തന്നെ ഭയങ്കര പാടാണ് അല്ലേ? അപ്പോഴാണ് ഈ 1009 റിജക്ഷൻ കേട്ടിട്ടും അദ്ദേഹം തളർന്നില്ല. അവസാനം ഒരേ ഒരു യെസ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ മുമ്പോട്ട് കണ്ടത്. ഇന്ന് KFC എന്ന് പറയുന്നത് ഒരു ആഗോള ബ്രാൻഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, KFCക്ക് ഇന്ന് എല്ലായിടത്തും സ്റ്റോറുകളാണ്. എവിടെയോ തുടങ്ങിയ ഒരു സാധനം ഇന്ന് നമ്മുടെ കേരളത്തിലെ എൻ്റെ വീടിനടുത്ത് വരെ ഉണ്ട്. ഈ കൊച്ചു സ്ഥലത്ത് വരെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണക്കാരനേ ഉള്ളൂ, അത് കേണൽ സാൻഡേഴ്സ് ആണ്. തന്റെ പ്രോഡക്റ്റ് ലോകം കീഴടക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നേരിട്ട റിജക്ഷൻസോ പരാജയങ്ങളോ തിരിച്ചടികളോ കളിയാക്കലുകളോ ഒന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും പരിശ്രമിച്ചു. അതിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ഇന്ന് ലോകം മൊത്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത, ഹൃദയത്തിന്റെ ഭാഗമാക്കിയ KFC മാറാൻ കാരണം. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ.